ഏറ്റവും വലിയ നീതി നിഷേധിക്കപ്പെടുന്നത് ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലുമുള്ള മതങ്ങളോടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാം മതവിശ്വാസികൾ എന്ന നിലയിലും ഹിന്ദു വിശ്വാസികൾ എന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിലും എല്ലാ വിശ്വാസികളോടും ഒരേ രൂപത്തിലുള്ള നീതി നിഷേധമാണ് നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് നിലകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളായതുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ യഥാർത്ഥമായ ഒരു ഹിന്ദു വിശ്വാസിക്ക് പോലും ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തെ മാറ്റി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ ഹിന്ദു വിശ്വാസികളും ഹിന്ദു വിശ്വാസത്തെ പുകരുന്നവരും ഹിന്ദു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആളുകളും ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ നീതി നിഷേധങ്ങൾക്കെതിരെ മുന്നിൽ പോരാടാൻ നിൽക്കുന്നത്. ഹിന്ദുക്കൾക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഒരിക്കലും ഒരു ഹിന്ദു സുഹൃത്തും മുസ്ലിങ്ങളുടെ കൂടെയോ ക്രിസ്ത്യാനികളുടെ കൂടെയോ സമരത്തിനുണ്ടാകുമായിരുന്നില്ല. ഏറ്റവും വലിയ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളല്ലേ? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ രാജ്യത്ത് നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് മതവാദിയല്ലാത്ത, മതവിശ്വാസിയല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വരുന്നത്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടന്നു വരുമ്പോ ഇന്ത്യയിലെ ഒരു ഹിന്ദു സുഹൃത്തും ചോദിച്ചില്ല, ഒരു ഹിന്ദു വിശ്വാസികൾ ബഹുഭൂരിപക്ഷമുള്ള നമ്മുടെ രാജ്യത്ത് ഹൈന്ദവ വിശ്വാസത്തെ അംഗീകരിക്കാത്ത, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കാത്ത നാസ്തികനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ഒരിക്കലും യോഗ്യനല്ല എന്ന് ഒരൊറ്റ ഹിന്ദുവും വന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1957 കേരളം രൂപീകരിക്കപ്പെടുമ്പോ കേരളപ്പിറവിയുടെ ദിനങ്ങൾ നമ്മൾ ആഘോഷിച്ചവരല്ലേ? കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ആരായിരുന്നു? മതവാദിയല്ല, മതവിശ്വാസിയല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ മതവിശ്വാസിയല്ലാത്ത ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോ ഒരൊറ്റ ഹിന്ദുവും ചോദിച്ചിട്ടില്ല, ഹിന്ദു വിശ്വാസി ഭൂരിപക്ഷമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു മുഖ്യമന്ത്രിയായില്ല എന്നുള്ളത്. നമ്മൾ അറിയണം, ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യ ഒരു മതേതര സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുന്നതിന് പകരം പശ്ചിമ ബംഗാളിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന, കലാപത്തിൽപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ടവരുടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട ബാപ്പുജി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി, അവിടെയുള്ള മുസ്ലിങ്ങള് മഹാത്മാഗാന്ധിയുടെ മുന്നിലേക്ക് വന്നു, പരാതികൾ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്കിടയിൽ ജീവിക്കാൻ